ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും മക്കളും കൂടിയിട്ട് ഇവിടെ ഖത്തറിലുള്ള ഒരു അംബ്രല പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലുലുവിൽ കയറിയിട്ട് ഇതാ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ വാങ്ങിച്ച്, പിന്നെ കുട്ടികൾക്ക് അവിടെ ചെന്നാൽ ഷോപ്പുകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇക്ക വരുന്നില്ല, ഇക്കക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ലുലുവിൻ്റെ ഫ്രണ്ടിൽ കയറിയാൽ തന്നെ നമുക്ക് മെട്രോ ബസ് കിട്ടും. അത് നേരെ മെട്രോ സ്റ്റേഷനിലേക്കുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇവിടെ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ കുറേ ബസ്സുകൾ ഉണ്ടാവും കേട്ടോ. 15 മിനിറ്റ് കൂടുമ്പോൾ സർവീസ് ഉണ്ടായിരിക്കും മെട്രോ സ്റ്റേഷനിലേക്ക്. ഇവിടുന്ന് തിരിച്ചും നമുക്ക് ഓരോ സ്റ്റോപ്പുകളിലേക്ക് ഉണ്ടാവും. അപ്പം ഞങ്ങളിതാ മെസ്സില്ല മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിൽ കയറിയാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു കോർണീഷ് അല്ലെങ്കിൽ അംബ്രല പാർക്കിലേക്ക് എത്തില്ല. വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ഒരു റൂട്ടിലേക്കുള്ള ട്രെയിൻ കയറണം കേട്ടോ. അപ്പോൾ 2 ട്രെയിൻ കയറണം. അപ്പോൾ നമ്മളിതാ ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിതാ കോർണീഷിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ തന്നെ ഈ ഒരു അംബ്രല പാർക്കിലേക്കാണ് നമ്മൾ എൻട്രി വരുന്നത്. അപ്പോൾ ടാപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ബാലൻസ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തന്നെ വേഗം റീചാർജ് ചെയ്തു. 10 റിയാലിന് റീചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാഷ് അവിടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങൾ നേരെ ഈ ഒരു കോർണീഷിലേക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമുക്ക് എസ്കലേറ്റർ ഉണ്ട്, നല്ല വലിയ എസ്കലേറ്റർ ആയിരുന്നു കേട്ടോ. എസ്കലേറ്ററിൽ കയറിയപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇതാ പുറത്തേക്ക് പാർക്കിലേക്കാണ് എക്സിറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു അംബ്രല പാർക്കാണ് കണ്ടത്. ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുടകളായിരുന്നു. ഇപ്പോൾ ഒക്കെ കുടയൊക്കെ അങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വെയിലൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ നല്ല രസമാണ്. നല്ല കളർഫുള്ളാണ്. കീറിയാലും നമുക്ക് മനസ്സിലാവില്ല. നല്ല പല പല കളറിലുള്ള ഈ ഒരു അംബ്രല ആയ കാരണം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പാർക്കിലെത്തിയപ്പോഴത്തേനും മക്കൾക്ക് നല്ല വിശപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കൊണ്ടുവന്ന ജ്യൂസും അതുപോലെ പപ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ പപ്സാണ് വാങ്ങിച്ചത്. ഞാനും കുഞ്ഞൂസും ചിക്കൻ പപ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ കുറേ പൂച്ചകൾ ഇങ്ങനെ വന്ന് നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്കും കുറച്ചൊക്കെ കൊടുത്തു. പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ പാർക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. പാർക്കിൻ്റെ അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു ബിൽഡിങ്ങുകളും ആ ഒരു കളർഫുൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ ഞങ്ങൾ പാർക്കുള്ള ഏരിയയിലേക്ക് എത്തിയിട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ ചെറിയ ഓരോ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികൾക്കാണ് കൂടുതലും അത് സ്യൂട്ടാവുക. എന്നാലും പൊന്നൂസിൻ്റെ രീതിയിലുള്ള കളികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം അവരൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് കളിക്കട്ടെ. ഞങ്ങൾ പിന്നെ ഞാൻ എന്തായാലും പൊന്നൂസിൻ്റെ ഒപ്പം വേണം. കാരണം അങ്ങനത്തെ റൈഡുകളാണ്. അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റിയ കാര്യങ്ങളല്ല. കുഞ്ഞൂസിന് പിന്നെ കുഴപ്പമില്ല. അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ കളിക്കുന്നുണ്ട്. പിന്നെ പാർക്ക് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ജിമ്മിൻ്റെ സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ജിമ്മാണ്. ഞാൻ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ആളുകളൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും ഇവിടെ ഓരോ ഇതിലൊക്കെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സായി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സസൈസൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതാ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്കിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ആകെ ക്ഷീണിച്ചു കേട്ടോ. പിന്നെ അവിടെ അടുത്തൊന്നും വെള്ളമില്ല. നമ്മൾ കൊണ്ടുവന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്തു. അപ്പോൾ പിന്നെ സമയം ഏകദേശം കുറേ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ തന്നെ
ഇവിടുന്ന് വെള്ളവും ജ്യൂസൊക്കെ കിട്ടും. അപ്പം അങ്ങനെ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ മെട്രോയിൽ കയറി. ഇത് മെട്രോ ബസ്സിൻ്റെ ഉള്ളിലത്തേതാണ് കേട്ടോ. ഇവിടെ ചാർജിങ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേബിൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.